പൈപ്പിൽ കൈ കഴുകട്ടെ. അത്യാവശ്യം ചളി അതിൻ്റെ കയ്യും വേറില്ലേ. ഇതൊക്കെ ഒരു രസകരമായ കാര്യമല്ലേ. എന്നാൽ ഈ മുളപ്പിച്ചുള്ള കണ്ടില്ലല്ലോ, ഇതെടുത്തിട്ട് ഈ കവറിലേക്ക് ആക്കുക. അതാണ് പരിപാടി. ഇതിപ്പം നാളാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഇതിന് മുകളിൽ എന്താ കയറ്റി വെച്ചേക്കണമെങ്കിൽ ഇതുപോലെ ഒരു മാവ് എന്ത് ചെയ്യുക, ഇതുപോലെ വെച്ചതാണ്. ഇതൊക്കെ ഇപ്പം നല്ല പുഷ്ടിപ്പെട്ടു, നന്നായി. ഇതൊരു ചന്ദ്രക്കാരനാണ്. നമസ്കാരം. ഇന്ന് വെറുതെ വൈകുന്നേരം വന്നപ്പോൾ വേറെ പണിയൊന്നുമില്ല. അപ്പം ഞാൻ ഈ സാധാരണ ഇങ്ങനെ വർഷകാലമായി കഴിഞ്ഞാൽ ഈ മാങ്ങയുടെ അണ്ടി ഉണ്ടല്ലോ, പറമ്പിൽ വീണ മാങ്ങയുടെ അണ്ടി മുളപ്പിച്ചിട്ട് അതിങ്ങനെ അതിൻ്റെ വെറുതെ തെയ്യുണ്ടാക്കും. കാരണം കുറേ ഈ ബഡ് ചെയ്ത കുറേ മാവൊക്കെ പറമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മഴയുടെ ശക്തി കൂടുമ്പോൾ ചീഞ്ഞിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് വരിക. അപ്പോൾ കഴിഞ്ഞ കുറച്ച് 3-4 കൊല്ലമായിട്ട് ഇങ്ങനെ വർഷക്കാലമായി കഴിഞ്ഞത് മുളച്ച അണ്ടി എടുത്തിട്ട് ചെറിയ കവറിൽ ഇതുപോലെ ബ്ലാക്ക് പോളിത്തീൻ ബാഗിൽ വെച്ചിട്ട് വളർത്തും. എന്നിട്ട് പിന്നത്തെ കൊല്ലം മഴക്കാലമാവുന്നതിന് തൊട്ട് മുന്നേ കൊണ്ടുപോയിട്ട് പറമ്പിലൊക്കെ വയ്ക്കും. അപ്പോൾ അങ്ങനെ കുറേശ്ശൊക്കെ ഉണ്ടാകുന്നുണ്ട്, അത് പിടിച്ച് വരുന്നുണ്ട്. ആ നാടൻ മാവുകൾ, ഈ ചന്ദ്രകാരൻ എന്ന് പറഞ്ഞ മാവിൻ്റെയാണ് മെയിൻ ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ ഒരു 3-4 മാവുകൾ വളർന്നുണ്ട്. ഏകദേശം 2-3 കൊല്ലം കൂടി കഴിയുമ്പോൾ കായ്ക്കും. അപ്പോൾ അതിൻ്റെ വെറുതെ ഒരു പരിപാടിയാണ്. അപ്പോൾ അത് ഈ കാണുന്ന ഈ മുളപ്പിച്ചുള്ള കണ്ടില്ലല്ലോ, ഇതെടുത്തിട്ട് ഈ കവറിലേക്ക് ആക്കുക. അതാണ് പരിപാടി. ഇതിപ്പം നാളാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഇതിന് മുകളിൽ എന്താ കയറ്റി വെച്ചേക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താഴെ വെച്ച് കഴിഞ്ഞാൽ ഈ പറമ്പിൽ പന്നിയൊക്കെ വരുമ്പോൾ അത് മുഴുവൻ മറിച്ചിടും. അപ്പം മുകളിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ പന്നിയുടെ ശല്യം ഉണ്ടാവില്ല. ഞാൻ ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഏതായാലും ഈ കവറിൻ്റെ ഉള്ളിൽ ഞാൻ മണ്ണ് നിറയ്ക്കട്ടെ. മണ്ണ് നിറച്ചിട്ട് നമുക്ക് ഈ മാവും തൈ എടുത്തിട്ട് അരികി വയ്ക്കാം. ഓക്കെ, മണ്ണ് നിറയ്ക്കാനേ ഇവിടെ പോയിട്ട് അവിടെ മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട് ചട്ടിയിൽ. പഴയ തൊഴുത്താണ് എൻ്റെ, പണ്ട് പശുവൊക്കെ ഉണ്ടായിരുന്ന തൊഴുത്തത്. ഈ മണ്ണ് ഇത് ചട്ടിയിലിട്ട് വെച്ചിട്ടുള്ളതാണ്. ഈ മണ്ണെടുത്തിട്ട് ഇതിലേക്ക് നിറയ്ക്കണം. അതാണ് പരിപാടി. മണ്ണ് നിറയ്ക്കാൻ നോക്കാം കേട്ടോ. ഞാൻ എടുക്കുക, ക്യാമറ അവിടെ ഇരിക്കട്ടെ. എടുത്തിട്ട് നിറച്ച് ഇതാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മണ്ണിട്ട് ഇത് കമ്പോസ്റ്റ് പോലെ കൂട്ടി വെച്ചിട്ടുള്ളത് മണ്ണ്. അപ്പോൾ അത് കുഴപ്പമുണ്ടാവില്ല. നമുക്ക് നിറച്ചിട്ടേ എടുത്തിട്ട് പോലെ എടുത്ത് ഗ്ലൗസ് എന്ന് പറഞ്ഞില്ല നമ്മുടെ പറമ്പിലെ മണ്ണാലില്ല. വേറെ വലിയ എല്ലാ പ്രശ്നങ്ങളുണ്ടാവില്ല. ഇത് ഞാൻ അങ്ങനെ നമുക്ക് ചെയ്തില്ല. ഒരു കൃഷി നല്ലതാ. അങ്ങനെ ഇത് നമുക്ക് കൃഷി എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു തമാശക്ക് ചെയ്യണ കാര്യങ്ങൾ. നാടൻ മാവ് തന്നെ ഉണ്ടാവുകയാണെങ്കിൽ കുറച്ചുണ്ടാവട്ടെ. എനിക്കിപ്പോൾ അത് ഇപ്പോൾ അടുത്ത തലമുറയ്ക്ക് ആർക്കാണെങ്കിലും ഇതിവിടെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുണ്ടാവും. അപ്പോൾ അങ്ങനെ വെക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രം വെക്കുന്നതാണ്. അപ്പോൾ കാണിച്ചു തരാം എന്താ ചെയ്യാൻ പോകണമെന്നല്ല കാണിച്ചു തരാം. ഓരോ തമാശിക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ ചെയ്യണ തമാശകളായിരിക്കുമല്ലോ ഈ പിന്നെന്തെങ്കിലുമൊക്കെ രസകരമായ കാര്യമായിട്ട് മാറുക. അപ്പോൾ ഇനിയിപ്പോൾ അത് ഇവിടെ ഇരിക്കട്ടെ, താഴെ വയ്ക്കാം. ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ ഇളക്കിയെടുക്കണം. ഈ മാവും തൈന് എടുക്കണം കേട്ടോ. എന്നറിയില്ല കറക്റ്റായിട്ട്, നോക്കിയോട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ പൂര് വരും. ഇപ്പോൾ എടുത്തു കഴിഞ്ഞാലേ നനഞ്ഞ് നിൽക്കില്ല. അപ്പോൾ അതിൻ്റെ വേരൊന്നും പൊട്ടില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കറക്റ്റായിട്ട് അങ്ങോട്ട് പുറത്തേക്ക് കിട്ടും. കണ്ടോ, കറക്റ്റ് പോന്നു. ഇത് പൊളിച്ചുണ്ടായിരുന്നു വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇനി എല്ലാ കൊല്ലം ചെയ്യുന്ന പണിയുണ്ടാവും. അത് ഒരു 3-4 വെച്ച് കഴിഞ്ഞാൽ 4 മാവൊക്കെ വെച്ച് കഴിഞ്ഞാൽ 2 പിടിക്കും. ഒരെണ്ണം മയില പന്നിയൊക്കെ വന്ന് മറിച്ചിടും, കേടുവരുത്തും. എന്നാലും നമ്മളിത് വെറുതെ വയ്ക്കുക, അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി വയ്ക്കുക. സ്ഥലം കുറേ കിടക്കുന്നുണ്ട്. വേറെ കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല. വേറെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഈ ക്ഷുദ്രജീവികളുടെ ശല്യം കാരണം ഒരു രക്ഷയില്ല. എടുത്ത് അങ്ങോട്ട് വയ്ക്കില്ല. ഇതടുത്ത് വേറെണ്ണെടുത്തു, അതെടുത്ത് ഇതിൽ വെച്ചു.
പ്രകൃതി സംരക്ഷണം എന്ന് പറയാം. അതാ ഒരേ രസം, ഒരു നമുക്ക് നേരം പോക്കല്ലേ. അടുത്ത് വെച്ചിട്ടാ ഈ വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് ഈ വെയിലൊക്കെ അടിച്ച് കഴിഞ്ഞ് റെഡി ആവുന്നത്. അപ്പോൾ 1 2 3 4 5 ഉണ്ട്. 5 മാവ് നെയ്യുണ്ട്. ഇതിനിപ്പോൾ അടുത്ത കൊല്ലം ഞാൻ വെക്കുള്ളൂ. അടുത്ത കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും ഇത് കുറച്ചൊന്ന് പുഷ്ടിപ്പെടും ഇതിലിരുന്നിട്ട്. കാരണം ഈ നാടൻ തൈ വെച്ച് കഴിഞ്ഞാൽ അതിന് പിന്നെ ഈ ചീയലോ പിന്നെ കൊമ്പ് ചീയ അങ്ങനെയുള്ള കേടൊന്നും വരില്ല. അതിങ്ങനെ പതുക്കെ പതുക്കെ നന്നായി വരും. നമ്മൾ ബഡ് ചെയ്ത് വെക്കുമ്പോൾ എപ്പോഴും ഈ കാലാവസ്ഥയുടെ മാറ്റം കാരണം അതിന് മരുന്നടിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം. അതിനൊന്നും പറ്റില്ല. ഇതിവിടെ സ്ഥലം കുറേ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒഴിവുള്ള സ്ഥലത്തൊക്കെ ഇത് കൊണ്ടുപോയി വയ്ക്കും. ഇനി അടുത്ത കൊല്ലമായി കഴിഞ്ഞാൽ അടുത്തൊരു മാർച്ച് മാസമൊക്കെ ആകുമ്പോൾ ഇതെടുത്ത് കുഴി കുത്തിയിട്ട് വയ്ക്കും. ആ മഴ പെയ്യുന്ന വരെ നനച്ചു കൊടുത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ അത് പിടിക്കും. അങ്ങനെയുള്ളൊരു പരിപാടി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടുന്നുള്ളൂ. കാണുന്നവർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഷെയർ ചെയ്യാം. ഒരു പ്രകൃതി സംരക്ഷണം അത്ര ഉദ്ദേശിക്കണല്ലോ. കൈമൊക്കെ ചെളി കഴുകട്ടെ. പൈപ്പുണ്ട് അവിടെ, പൈപ്പിൽ കൈ കഴുകട്ടെ. അത്യാവശ്യം ചെളിയുണ്ട് കയ്യിൽ വേറില്ല. ഇതൊക്കെ ഒരു രസകരമായ കാര്യമല്ലേ. കൃഷിന്നല്ല കേട്ടോ ഇത്. ഇതിന് കൃഷിയെന്ന് പറയാൻ പറ്റില്ല. പൊട്ടം കടിച്ചിരിക്കണുണ്ടാ. പൊട്ടം എന്ന് പറഞ്ഞ സാധനം കരിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം നമ്മൾ ആ മണ്ണൊന്ന് നനയാൻ വേണ്ടിയിട്ടേ കുറച്ച് വെള്ളം. ഇതിപ്പോൾ ഈ തൈ ഇങ്ങനെ ഇരിക്കണം നോക്കണ്ട കേട്ടോ. ഇത് പുഷ്ടിപ്പെടും. ഇത് നല്ല ആരോഗ്യം വരും കുറച്ച് കഴിഞ്ഞതിന്. അപ്പോൾ ഒന്ന് വെണ്ണീറിട്ട് കൊടുക്കും. കുറച്ച് ചാണകത്തിൻ്റെ പൊടിയാണ്, നല്ല നീലും കാര്യങ്ങളൊക്കെ ചെയ്യും. അല്ല ഇനിയിപ്പോൾ ഇതിവിടെ ഇരുന്നോട്ടോ. ഈ ഒരു പരിപാടി ഇന്നത്തെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ വേറൊരു ഇത് കാണിച്ചു തരാം. ഞാനൊരു 6 കൊല്ലം മുന്നേ വെച്ചാൽ ഇതുപോലത്തെ 2 മാവും തൈയുണ്ട്. അതിപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ നിൽക്കണം കാണിച്ചു തരാം എങ്ങനെയാണുള്ളത്. അങ്ങോട്ട് പോകാം നമുക്ക്. ഈ നിൽക്കുന്നത് ഇതൊരു മൂവാണ്ടൻ്റെ തൈയാണ്. ഇതുപോലെ ഞാൻ വെച്ചതായിരുന്നു. അപ്പോൾ അത് മാങ്ങയൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ. അത് വേനൽക്കാലത്ത് സാധാരണ മാങ്ങയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം മൂവാണ്ട മാങ്ങ ഉണ്ടാകുന്നുണ്ട്. ഇതുപോലൊരു മാവും തൈയാണ്. ഇതുപോലെ വെച്ചതാണ്. ഇതൊക്കെ ഇപ്പോൾ നല്ല പുഷ്ടിപ്പെട്ടു നന്നായി. ഇതൊരു ചന്ദ്രക്കാരനാണ്. ആ ചന്ദ്രക്കാരൻ ഞാൻ ഇതുപോലെ അണ്ടി നട്ടിട്ടുള്ളതാണ്. വളർന്നു വന്നിട്ടുള്ളത് നല്ല പുഷ്ടിപ്പെട്ടു. അപ്പം ഇങ്ങനെയുള്ള ചില പ്രകൃതി സംരക്ഷണങ്ങൾ ഒരു വീഡിയോ ചെയ്തു, അത്രേ ഉള്ളൂ. നേരം പോകാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു മയിൽ ഇരിക്കുന്നുണ്ടോ ഓടിൻ്റെ മുകളിൽ. നമ്മുടെ കമ്പനിയാണ്. ഇതുവാ വിളിച്ചാൽ വരും കേട്ടോ. ഞാൻ അവിടെ മയിലായിട്ട് ഭയങ്കര കമ്പനിയാണ്. എൻ്റെ വേറെ വീഡിയോ നിങ്ങൾക്ക് കാണാം യൂട്യൂബിൽ. ഞാൻ മയിലിനെ വിളിച്ച് തിന്നാൻ കൊടുക്കണതൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ചുമ്മാ ഒരു വീഡിയോ ഇട്ടുന്നുള്ളൂ. ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ. വീണ്ടും കാണാം കേട്ടോ അതുപോലെ വീഡിയോ ഇട്ട്.